14 ദിവസം. ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങി അതിന് മിനിമം ഇത്ര ആകുന്നുണ്ട്, പ്രത്യേകിച്ച് മലയാളം സിനിമ ഇപ്പോഴുള്ള കണ്ടന്റ് അനലിറ്റിക്കലി മാത്രം നോക്കിയിട്ടാണ് ഒരു ഇതിൻ്റെ വിപണന സാധ്യതയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ വലിയ ബിഗ് സ്റ്റാർസുള്ള സിനിമകളാണെങ്കിൽ അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത്. അതല്ലാതെ ഒരു കച്ചവട സാധ്യതയില്ലാത്ത ഒരു പാരലൽ കണ്ടന്റ് ആണെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് കുറയുന്നതും അതുകൊണ്ടാണ്. പക്ഷേ പാരലൽ കണ്ടന്റുകൾ അവർ എടുക്കുന്നുണ്ട്. അവർക്ക് ശരിയാണ്, അതിന് ശരിക്കും ഉള്ള അതിൻ്റെ ശരിയായ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കയ്യിൽ നമ്മൾ എത്തിപ്പെടണം. അതല്ലെങ്കിൽ OTT-യിലേക്ക് കൃത്യമായിട്ടുള്ള ആളുകളിലേക്ക് നമ്മൾ എത്തണം എന്ന് മാത്രം. പക്ഷേ അത്തരത്തിലുള്ള കണ്ടന്റുകൾക്ക് സാധ്യത ആമസോൺ, നെറ്റ്ഫ്ലിക്സ് ഉൾപ്പെടെയുള്ള OTT-കളിലും ഉണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഉള്ള OTT-കൾ വരുമ്പോൾ ബാക്കി ഇടങ്ങളിൽ തള്ളപ്പെടുന്ന കണ്ടന്റുകൾക്ക് അവിടെ ഒരു സാധ്യതയായി. അതാണ് എൻ്റെ ഒരു പോസിറ്റീവ് കാര്യം. ഇത്രയൊക്കെയാണ് ഞാൻ വ്യക്തിഗതത്തിലും പറയാനുണ്ട്. ഇനി ബാക്കി എല്ലാവരും സംസാരിക്കട്ടെ. നന്ദി ശ്രുതി. വളരെ വിശദമായിട്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. അധികം സമയം വഹിക്കാതെ മനോജ് കാനയെ ക്ഷണിക്കുകയാണ്. എനിക്ക് ബാക്കിയുള്ള എല്ലാവരോടും സംസാരിക്കാനുള്ള ഒരു പറയാനുള്ളത് വളരെ ചുരുക്കി, കാരണം നമുക്കധികം സമയമില്ല. ശ്രുതി ടച്ച് ചെയ്യാത്ത വിഷയങ്ങൾ അതിൽ ആഡ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ഈ വിഷയത്തിൽ പോയിന്റുകൾ മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. തിയേറ്ററുകൾ മിനിമം ആളില്ലാതെ പ്രദർശിപ്പിക്കാൻ പറ്റില്ല. അത് അവർ അടിസ്ഥാനപ്പെടുത്തുന്നത് നമ്മുടെ സമൂഹ